അതേണ ദുന്യാവത്ത് അതേ കുഞ്ഞാമിനി കുഞ്ഞുമെയ്തിക്കും തന്നെ. ദുന്യാവത്ത് അതേ ഭാര്യയും ഭർത്താവും അതന്നെയാണ് സ്വർഗത്തിൽ. ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. പല്ല് ചെരിഞ്ഞതൊക്കെ അല്ലാഹു തആല നീർത്തിത്തരും, കറുത്തതൊക്കെ വെളുപ്പിച്ച് തരും, മീശ നേർച്ചതൊക്കെ നേരാക്കി തരും. യാതൊരു ബേജാറും വേണ്ട. ഇന്നലെയും 33, ഇന്നും 33, നാളെയും 33, എന്നും 33. സ്വർഗത്തിൽ ആരും കറുത്തവരില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെല്ലാവരും ജമാലിയത്ത് എന്ന സൗന്ദര്യമുള്ളവരാണ്. ദുനിയാവിലെല്ലാവരും ഹസനത്ത് എന്ന സൗന്ദര്യമുള്ളവരാണ്. ദുനിയാവിലെ സൗന്ദര്യത്തിന്റെ പേര് ഹസനത്താണ്. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഹസനത്ത് എന്നുള്ളതിന് ഭംഗിയുള്ള പെണ്ണ് എന്നർത്ഥമുണ്ട്. റബ്ബന ഞങ്ങൾക്ക് നീ നൽകണമേ, ഫിദ്ദുന്യ ദുനിയാവിൽ ഹസനത്തൻ ഹസനത്തായ പെണ്ണിനെ നൽകണമേ, വഫിൽ ആഖിറതി ഹസനത്തൻ ആഖിറത്തിലും ഹസനത്തായ പെണ്ണിനെ നൽകണമേ. ഏതാ പെണ്ണ്? ദുനിയാവത്തെ അതേ പെണ്ണ്. അപ്പോൾ അസ്വാജു എന്ന് പറഞ്ഞാൽ അവരുടെ ഇണകൾ ദുനിയാവിലെ അതേ ഇണ തന്നെയാണ് സ്വർഗത്തിലെ ഇണ. സ്വർഗത്തിൽ ഇണകളായിട്ടാണ് ജീവിക്കുക എന്ന് ഖുർആനിൽ പല സ്ഥലത്തുണ്ട്. ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ അഹ്ലിൻ്റെ ശരീരത്തെയും നരകത്തെ തൊട്ട് കാക്കണേ. അഹ്ലിൽ ഏറ്റവും അക്രബായത് ഭാര്യയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ഇണയായിട്ടാണ് ജീവിതം ഉള്ളത്. മക്കളുണ്ടാവില്ല. ആൺകുട്ടികൾ ഓലെ പെണ്ണുങ്ങളെ കൂടെ അടുത്ത കൊട്ടാരത്തിൽ, പെൺകുട്ടികൾ കെട്ടിച്ചോടുത്ത് പുതിയാപ്പിളൻ്റെ കൂടെ അപ്പുറത്തെ ബംഗ്ലാവിൽ, നമ്മളെ ബംഗ്ലാവിൽ നമ്മൾ മാത്രം. 40 ബംഗ്ലാവുകൾ ചേർന്ന ഒറ്റ വീടാണ് സ്വർഗത്തിലുണ്ടാവുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ ഏറ്റവും ദറജ കുറഞ്ഞ ഒരാൾ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ 1,00,000 ഹാദിമ്യങ്ങൾ അവനെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെ ഉണ്ടാകുമെന്ന് നമ്മളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഹും അവരും വാസ്വാജും അവരുടെ ഇണകളും എന്ന് പറഞ്ഞാൽ ആ മരൻ്റെ അപ്പുറത്തിരിക്കണത് ആ മരൻ്റെ അപ്പുറത്തിരിക്കണത് തന്നെയാണ്. ഈ കാണുന്ന സംഗതി തന്നെയാണ്. ഈ പുതിയാപ്പളിയും ആ പുതിയണ്ണും തന്നെയാണ് സ്വർഗത്തിലുള്ളത്. ഇനി ഫീദിലാലിൻ മരത്തിൻ്റെ ചോട്ടിൽ. എന്താ മരം? അത് മരം ഹദീസിൽ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഒരാൾ റമദാൻ മാസത്തിൽ ഒരു ഹത്തം തീർത്താൽ അവന് സ്വർഗത്തിൽ ഒരു മരമുണ്ടായിരിക്കും എന്ന് ഹദീസിലുണ്ട്. ഏതാ മരം? ആ മരത്തിൻ്റെ നിഴലിലൂടെ ഒരു കുതിരപ്പടയാളി തൻ്റെ കുതിരയെ ഓടിച്ചാൽ 40,000 കൊല്ലം കഴിഞ്ഞാലും ആ നിഴൽ മുറിച്ച് കിടക്കാൻ സാധ്യമാവുകയില്ല എന്നതാണ് നിഴലിൻ്റെ പ്രത്യേകത. അത്രയും വലിയ മരമാണ്. അതായത് അങ്ങനത്തെ ഒരു മരം ഉണ്ടെങ്കിൽ 40 ബംഗ്ലാവ് ഉണ്ടാക്കിയാലും സ്ഥലം ബാക്കി ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ ദുനിയാവിലെ അതേ ഭാര്യയും ദുനിയാവിലെ അതേ ഭർത്താവും തന്നെയാണ് സ്വർഗത്തിലുള്ളത് എന്നർത്ഥം. അപ്പോൾ ഇവിടുത്തെ അതേ ഭാര്യ തന്നെയാണ്. അപ്പോൾ കുറേ സംശയങ്ങൾ സഹാബത്ത് ചോദിച്ചു. എല്ലാ സംശയത്തിനും നബി തങ്ങൾ മറുപടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. തീരെ പെണ്ണട്ടാത്ത ആൾക്ക് എങ്ങനെയൊക്കെയാരെന്ന് ചോദിച്ചു. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. ഒരു പെണ്ണിനെ 2 ആൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നെന്ന് സഹാബത്ത് ചോദിച്ചു. എല്ലാറ്റിനും നബി തങ്ങൾ മറുപടി പറഞ്ഞു. മുഴുവൻ മറുപടിയൊന്നും പഠിക്കേണ്ടതില്ല, കുറേ അവിടെ ചെന്നാൽ മനസ്സിലാകുന്നതാണ്. അള്ളാഹുവിൻ്റെ അതിൽ, അവൻ്റെ നീതി എന്താണെന്ന് മുഴുവനായും ദുനിയാവ് കൊണ്ട് മാത്രം മനസ്സിലാവൂല എന്നാണ്. ആഖിറം കൂടി ചേർന്ന് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിലും ആഖിറത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നീതി എന്താണെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് എന്നതാണ്. അപ്പോൾ ഹും വ അസ്വാജും ഫിലാലിൻ. പിന്നെ അലൽ അറായിക്കാണ് അടുത്തത്. അറായിക്ക് എന്ന് പറഞ്ഞാൽ കട്ടിൽ എന്നാണ്. കട്ടിലിന് അറബിയിൽ 2 വാക്കുണ്ട്. ഒന്ന് അരീക്കത്ത്, 2 സരീറത്ത്. സരീറത്തും കട്ടിലാണ്, അരീക്കത്തും കട്ടിലാണ്. ശരീരത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ കട്ടില്, അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയിലെ കട്ടിലിനാണ്, മുല്ലപ്പൂ തൂങ്ങിയ കട്ടിലിനാണ് എന്ത് പേര്? അരീക്കത്ത് എന്ന് പേരുള്ളത്. സ്വർഗത്തിൽ എല്ലാവർക്കും ഒരു കട്ടിലുണ്ടായിരിക്കുമെന്നാണ്. സ്വർഗത്തിൻ്റെ പ്രത്യേകത പറയുന്നിടത്ത് ഒരു കട്ടിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും സ്വർഗത്തിൽ ഒരു കട്ടിലുണ്ടാവും, മണിയറയിലെ കട്ടിൽ.
ദുന്യാവിൽ എത്ര ലക്ഷം ഉറുപ്പ്യക്ക് മണിയറയിൽ കട്ടിലുണ്ടാക്കിയാലും നേരം വെളുക്കുമ്പോഴത്തിന് മുല്ലപ്പൂ വാടും. സ്വർഗത്തിലെ കട്ടിലുമത്തെ മുല്ലപ്പൂ വാടൂല. എന്നും ഫ്രഷായി നിൽക്കുന്ന മുല്ലപ്പൂവോടുകൂടി ഓരോ നിമിഷത്തിലും റീ അരേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കട്ടിലാണ് സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക. അപ്പം അതാണ് ശരീരത്തും അരീക്കത്തും തമ്മിലുള്ള വ്യത്യാസം. അരീക്കത്തിൻ്റെ ബഹുവചനമാണ് അറായിക്ക്. അപ്പോൾ മണിയറയിലെ കട്ടിലുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ആ കട്ടിലിൻ്റെ വേറൊരു പ്രത്യേകത, ആ കട്ടിലിൽ തന്നെയാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ മണിയറയിലെ കട്ടിലാകുമ്പോൾ യാത്രയിലുടനീളം ഭാര്യ ഉണ്ടാകുമെന്നതാണ്. ഭാര്യമാർ കൂടെ ഉണ്ടാവും. ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ലാതെ സ്വർഗത്തിൽ യാത്രയേ ഇല്ല. എങ്ങോട്ട് പോകുകയാണെങ്കിലും അബ്ദുറഹ്മാനെ കണ്ടിട്ട് കുറേ കാലായല്ല റബ്ബേ എന്ന് ആലോചിക്കുമ്പോഴേക്ക് അബ്ദുറഹ്മാനും ഓൻ്റെ കട്ടിലും കൂടിയും കാറ്റിൽ യാത്ര ചെയ്ത് വന്ന് മുന്നിൽ ലാൻഡ് ചെയ്യുമെന്നാണ്. ഏത് കട്ടിൽ? മണിയറയിലെ കട്ടിലായതിനാൽ അയിമ ഭാര്യ ഉണ്ടാവും. ഭാര്യമാരോടൊരുമിച്ചല്ലാതെ ഭർത്താക്കന്മാരൊരുമിച്ചല്ലാതെ സ്വർഗത്തിൽ യാത്രയില്ല. സാധാരണ യാത്രയില്ല എന്നേ ഉള്ളൂ. അപൂർവമായ ചില യാത്രകളുണ്ട്. ചന്തക്ക് പോകും സ്വർഗത്തിലെല്ലാവരും വെള്ളിയാഴ്ച. സൂഖുൽ ജുമുഅ എന്ന പേരായ സ്ഥലത്തേക്ക്, അവിടേക്ക് പുരുഷന്മാർ മാത്രമേ പോകുള്ളൂ, സ്ത്രീകൾ പോകൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപൂർവമായി മാത്രമാണ് ഭാര്യമാരില്ലാത്ത യാത്രയുള്ളത്. എല്ലാ യാത്രയും ഭാര്യമാരോടൊരുമിച്ച് തന്നെയാണ് സ്വർഗത്തിലെ യാത്ര. കാരണം മണിയറയിലെ കട്ടിലോടുകൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതാണ് അലൽ അറായിക്ക് മുത്തക്കിയൂൻ, കട്ടിലിന്മേൽ ചാരിയിരിക്കും. ലഹും അവർക്കുണ്ട് ഫീഹാദിൽ ഫാക്കിഹത്തുൻ പഴങ്ങൾ. സ്വർഗീയ ഭക്ഷണമായി അള്ളാഹു പരിചയപ്പെടുത്തിയത് പഴങ്ങളെയാണ്. ദുന്യാവിലും അങ്ങനെ തന്നെയാണ്. ഭക്ഷണങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് പാലാണ്, രണ്ടാം സ്ഥാനത്ത് വരുന്നത് പഴങ്ങളാണ്. ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനത്ത് പാലാണ് വരിക, രണ്ടാം സ്ഥാനമാണ് പഴങ്ങൾക്കുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും ഹാജറ ബീവിയെയും മക്കയിൽ കൊണ്ടുവന്നാക്കി മടങ്ങിപ്പോകുന്ന സമയത്ത് ചെറിയ ഒരു കുന്ന് കണ്ടു. ആ കുന്നിൻ്റെ അപ്പുറം കടന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഹാജറ ബീവിയും കാണുകയില്ല എന്നുറപ്പായപ്പോൾ തിരിഞ്ഞു നിന്ന് ദുആ ചെയ്തു, പടച്ചോനെ എൻ്റെ മക്കൾക്ക് ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദ്വാരുന്നത് എന്നുള്ള പ്രത്യേകത പഴത്തിനുണ്ട് എന്നതാണ്. പഴത്തെ ഭക്ഷണത്തിൽ രണ്ടാമതായി എണ്ണാനുണ്ടായ കാരണം, ഒന്നാമത് പാലിനെ എണ്ണാൻ കാരണം, പാലിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ ഇബ്റത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ഇബ്റത്ത് എന്ന വാക്ക് ശിഫയേക്കാൾ വലിയ വാക്കായത് കൊണ്ടാണ് അതിന് ഒന്നാം സ്ഥാനം നൽകിയത്. മൂന്നാം സ്ഥാനം മാംസത്തിനും മത്സ്യത്തിനുമാണ്. നാലാം സ്ഥാനം ധാന്യഭക്ഷണങ്ങൾക്കാണ്. അഞ്ചാം സ്ഥാനം ഇലക്കറികൾക്കും പച്ചക്കറികൾക്കുമാണ്. അങ്ങനെയാണ് ഭക്ഷണങ്ങളുടെ സ്ഥാനമുള്ളത് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ സ്വർഗത്തിൽ ആദം നബി അലൈഹി ഇസ്ലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും കല്യാണം കഴിച്ചതിൽ നിന്നാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത് എന്നർത്ഥം. സ്വർഗീയമായൊരു അമലാണ് ഇസ്ലാമികമായ കുടുംബജീവിതം. തുടങ്ങിയത് അവിടുന്നാണ്. ഇനി അവസാനിക്കുന്നതും സ്വർഗത്തിൽ തന്നെയാണ്. അതിനാണ് നബിതങ്ങളുടെ തൃക്കല്യാണം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കും. അതോടുകൂടെയാണ് വിവാഹം അവസാനിക്കുക.